നമസ്കാരം. സായി മഹിമയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണത്തിൽ നിന്നുള്ള ഒരു കഥാഭാഗവുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. സീതാന്വേഷണത്തിനായി നാനാദിക്കുകളിലേക്ക് പോയ വാനരന്മാരുടെ സംഘത്തിൽ ഹനുമാന്റെ കയ്യിലാണ് ശ്രീരാമചന്ദ്രൻ തൻ്റെ മുദ്രമോതിരം കൊടുത്തത്. ഹനുമാന് മാത്രമേ സീതയെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് രാമൻ അറിയാമായിരുന്നു. അങ്ങനെ ദക്ഷിണ ദിക്കിലേക്ക് പോയ വാനരന്മാരുടെ സംഘത്തിൽ നിന്നും സമുദ്രം തരണം ചെയ്ത് രാക്ഷസരാജ്യമായ ലങ്കയിലെത്തി സീതാദേവിയെ കണ്ട് തിരികെ തൻ്റെ സ്വാമിയുടെ സവിധത്തിലെത്തിയ ഹനുമാൻ രാമനോട് താൻ കണ്ട കാര്യങ്ങളും അവിടെ ചെയ്ത കാര്യങ്ങളും ഉണർത്തിക്കുന്നതാണ് ഈ കഥ. കണ്ടേൻ സീതയെ, കണ്ടേൻ സീതയെ, രാമ കണ്ടേൻ സീതയെ, രാമ കണ്ടേൻ സീതയെ. ലങ്കയിൽ നിന്നും തൻ്റെ സ്വാമിയുടെ സവിധത്തിലേക്ക് മടങ്ങിയെത്തിയ ഹനുമാൻ അകലെ നിന്നേ വിളിച്ചു പറഞ്ഞു, കണ്ടേൻ സീതയെ, കണ്ടേൻ സീതയെ. സീതയെ കണ്ടേൻ എന്നല്ല ഹനുമാൻ പറഞ്ഞത്. എന്തായിരിക്കും കാരണം? സീതയെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കണ്ടില്ല എന്നാണോ ഹനുമാൻ പറയാൻ പോകുന്നതെന്ന് വിചാരിച്ച് ശ്രീരാമചന്ദ്രൻ ഹൃദയം പൊട്ടി മരിക്കും. അത്രയും ദുഃഖിതനാണ് സീതാവിരഹത്തിൽ അദ്ദേഹം. ഹനുമാൻ അതറിയാം. അതുകൊണ്ടാണ് ഹനുമാൻ കണ്ടേൻ സീതയെ, കണ്ടേൻ എന്ന് പറഞ്ഞത്. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമചന്ദ്രന്റെ ഉടൽ വിറച്ചു. സന്തോഷാശ്രുക്കൾ കണ്ണുകളിൽ നിന്നും ധാരധാരയായി ഒഴുകി. ഗദ്ഗദകണ്ഠനായി വേപത് പൂണ്ട് രാമൻ ചോദിച്ചു, ഹനുമാൻ, എൻ്റെ ദേവി എവിടെയാണ്? നീ എവിടെയാണ് അവളെ കണ്ടത്? ലങ്കയിൽ അശോകവനികയിൽ ഞാൻ കണ്ടേൻ സീതയെ. തെക്ക് സമുദ്രമധ്യത്തിൽ രാക്ഷസരാജ്യമായ ലങ്കയിൽ രാവണന്റെ അശോകവനത്തിൽ ശിംശപാവൃക്ഷ ചുവട്ടിലാണ് രാമ ഞാൻ ദേവിയെ കണ്ടത്. ഉത്കണ്ഠാകുലനായി രാമൻ ചോദിച്ചു, എൻ്റെ ദേവി എന്നെ ഓർക്കുന്നുണ്ടോ? അതോ ആ ഘോരനായ രാവണൻ അവളുടെ മനസ്സു മാറ്റിയോ? ശ്രീരാമചന്ദ്രന്റെ ചോദ്യം കേട്ട് ഹനുമാൻ അല്പസമയം കണ്ണടച്ചു നിന്നു. ഭക്തി പാരവശ്യത്താൽ ആ മുഖം പ്രോജ്വലിച്ചു. മെല്ലെ പുഞ്ചിരി തൂകി ഹനുമാൻ പറയുകയാണ്, രാമനാമം നിരതം ജപിച്ചും രാമരൂപം ഹൃദയേ നിനച്ചും, രാമനാമം നിരതം ജപിച്ചും രാമരൂപം ഹൃദയേ നിനച്ചും, ഭീഷണ രാവണ ഗർവം സഹിച്ചും ഘോര നിശാചരി വലയിതയായി കണ്ടേൻ സീതയെ. ഘോരരൂപിണികളായ നിശാചരികളാൽ വലയിതയായി ദുഷ്ടനായ രാവണന്റെ അഹങ്കാരത്തെയും ഭീഷണിയെയും അവഗണിച്ച് സദാ രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് രാമനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവി ആ ശിംശപാവൃക്ഷ ചുവട്ടിൽ ഇരിക്കുകയാണ് രാമ. ഹനുമാന്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രൻ അല്പം ആശ്വാസമേകി. അദ്ദേഹം സീതയുടെ അവസ്ഥ കൂടുതൽ അറിയുന്നതിനായി ചോദിച്ചു, എങ്ങനെയാണ് എൻ്റെ ദേവി ലങ്കയിൽ കഴിയുന്നത്? താപജ്വാലയിലെരിഞ്ഞു തൂവേർപ്പണിഞ്ഞു തിലകമതലിഞ്ഞു കുന്തളമഴിഞ്ഞു മിഴികൾ നനഞ്ഞു ശോകിയായി, താപജ്വാലയിൽ എരിഞ്ഞു തൂവേർപ്പണിഞ്ഞു തിലകമതലിഞ്ഞു
കൂന്തളമഴിഞ്ഞു മിഴികൾ നനഞ്ഞു ശോകിയായി കണ്ടേ സീതയേ രാമ. താപജ്വാലയിലെരിഞ്ഞ് ഉൾതാപം കൊണ്ടുണ്ടായ വിയർപ്പിനാൽ ബാലചന്ദ്രനെ വെല്ലുന്ന ആ ഭാലത്തിലെ തിലകമരിഞ്ഞ് കുന്തളഭാരമഴിഞ്ഞ് മിഴികൾ നനഞ്ഞ് ശോകിയായി ദുഃഖത്തിൻ്റെ പ്രതീകം പോലെ സീതയെ ഞാൻ കണ്ടു രാമ. ഹനുമാന്റെ വാക്കുകൾ കേട്ട് വിഷാദമുഖനായി രാമചന്ദ്രൻ നിന്നു. പിന്നീട് ആകാംക്ഷയോടെ തുടരെ തുടരെ ചോദിച്ചു, എൻ്റെ ദേവി വിശപ്പിന് എന്താണ് ഭുജിക്കുന്നത്? എന്താണ് അവൾ പാനം ചെയ്യുന്നത്? അവൾ വെറും നിലത്താണോ ശയിക്കുന്നത്? രാമന്റെ ചോദ്യങ്ങൾ കേട്ട് ഹനുമാൻ ദുഃഖഭാരത്താൽ തലകുനിച്ചു നിന്നു. ദുഃഖത്താൽ മുറിഞ്ഞ വാക്കുകൾ ഹനുമാനിൽ നിന്നും പുറത്തു വന്നു. അശനപാനം വെടിഞ്ഞു, അശനപാനം വെടിഞ്ഞു കാർവേണി ശയനവും ബദമറന്നു. അശനപാനം വെടിഞ്ഞു കാർവേണി ശയനവും ബദമറന്നു. പൂമേനി മെലിഞ്ഞു ചേർപ്പടമണിഞ്ഞു ഭൂഷണജാലമുലഞ്ഞു കരുണം തികഞ്ഞു കണ്ടേ സീതയേ. രാവണനും രാക്ഷസ സ്ത്രീകളും എത്ര ശ്രമിച്ചിട്ടും ദേവിയൊന്നും ഭുജിക്കുന്നില്ല. ദാഹം തീർക്കാൻ ഒരു തുള്ളി നീര് പോലും കുടിക്കുന്നില്ല. ഒരു പോള കണ്ണടയ്ക്കുന്നില്ല. ഭൂഷണജാലമുലഞ്ഞ് പൂമേനി മെലിഞ്ഞ് മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് ദുഃഖം ഘനീഭവിച്ച ഒരു ശില പോലെ ദേവി അവിടെ ഇരിക്കുകയാണ് രാമ. ഹനുമാൻ ഉടനെ പറഞ്ഞു, സ്വാമി, ദേവി ഇരിക്കുന്ന ശിംഷഭാവൃക്ഷത്തിൻ്റെ ഒരു ശാഖയിൽ ഒരു ചെറിയ വാനര രൂപമെടുത്താണ് അടിയൻ ഇരുന്നത്. ആ സമയത്ത് അടിയൻ ഒരു കാഴ്ച കണ്ടു. അഴകിയ രാവണനണഞ്ഞു കാമാതുരനായി പലതും പറഞ്ഞു. രാമനെ പരിഹസിച്ചു നിരവധി പറഞ്ഞു. ജാനകിയെ വശകയാക്കാൻ വിരഞ്ഞു അഴകിയ രാവണനണഞ്ഞു. തൻ്റെ 10 ശിരസിലും പൊൻകിരീടങ്ങൾ ധരിച്ച് രത്നമാലകളാലും സ്വർണ്ണാഭരണങ്ങളാലും അലങ്കൃതനായി പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് ദേവസുന്ദരിമാരെ പോലും മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തോടെ അഴകിയ രാവണൻ ഗീതവാദ്യ താളമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെ അശോകവനത്തിൽ ദേവിയുടെ സമീപമെത്തി. കാമാതുരനായി ചപലനായ ഒരു കാമുകനെ പോലെ ലജ്ജ വെടിഞ്ഞ് തൻ്റെ നിലയും വിലയും മറന്ന് ദേവിയെ വശകയാക്കാനായി രാവണൻ ശ്രമിക്കുകയാണ്. എന്നാൽ ദേവിയോ ഒരു പുല്ലിനും വിലമതിക്കയില്ല നിൻ വാക്കിനെന്നു മൈഥിലി പറഞ്ഞു. ഒരു പുല്ലിനും വിലമതിക്കയില്ല നിൻ വാക്കിനെന്നു മൈഥിലി പറഞ്ഞു. സ്വാമിയെ മനസ്സിലോർത്തവൾ കരഞ്ഞു. രാവണനിൽ രോഷം പുകഞ്ഞു. ഭീഷണി ചൊരിഞ്ഞു വധിക്കാൻ തുനിഞ്ഞു. മണ്ടോദരിയതു തടഞ്ഞു. ആശാഭംഗമാർന്നവൻ തിരിഞ്ഞു. അന്തപുരമകം ചെന്നു മറഞ്ഞു. ദേവി തൻ്റെ മുന്നിലിരുന്ന ഒരു പുൽനാമ്പെടുത്ത് രാവണൻ്റെ മുന്നിലേക്കിട്ടു. എന്നിട്ട് ആ പുല്ലിനെ നോക്കി പറയുകയാണ്, നിന്റെ വാക്കിനും ഈ പുല്ലിനും എനിക്ക് ഒരു വിലയാണുള്ളത്. ജീവൻ വേണമെങ്കിൽ എന്നെ രാമപാദങ്ങളിൽ അർപ്പിച്ച്
മാപ്പപേക്ഷിക്കൂ. സീതയുടെ വാക്കുകൾ കേട്ട് രാവണനിൽ രോഷം ജ്വലിച്ചു. ത്രിമൂർത്തികളും ഭയപ്പെടുന്ന ഈ രാവണന്റെ മുന്നിൽ രാമൻ വെറും ഒരു മനുഷ്യപ്പുഴു. അവനെ ഞാൻ എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും. എന്നിട്ട് ബലം പ്രയോഗിച്ചാണെങ്കിലും എൻ്റെ ഇംഗിതത്തിന് ഞാൻ നിന്നെ വഴിപ്പെടുത്തും. തന്റെ ഭീഷണി സീതയിൽ ഒരു ചലനവും ഉണ്ടാക്കുന്നില്ലെന്ന് കണ്ട രാവണൻ കോപാക്രാന്തനായി തന്റെ വാളുറയിൽ നിന്നും ദിവ്യമായ ചന്ദ്രഹാസം എന്ന വാൾ ഊരിയെടുത്തു സീതയെ വധിക്കാനായി. ഈ ചന്ദ്രഹാസം എന്ന വാൾ രാവണൻ എങ്ങനെ കിട്ടിയതാണെന്നറിയുമോ? പണ്ട് പരമേശ്വരന്റെ വാസസ്ഥാനമായ കൈലാസപർവ്വതത്തെ തൻ്റെ 20 കരങ്ങളാൽ ഒരു പന്ത് പോലെ അമ്മാനമാടി അതിനുശേഷം സമഗാനത്താൽ ഭഗവാനെ പ്രീതിപ്പെടുത്തി നേടിയതാണ് ഈ ചന്ദ്രഹാസം. വാൾ കയ്യിലെടുത്ത സമയത്ത് രാവണന്റെ പട്ടമഹിഷിയായ മണ്ഡോദരി വന്ന് തടഞ്ഞു. ഹേ വീരശൂര പരാക്രമിയായ രാക്ഷസ രാജാവേ, ത്രിലോക വിജയിയായ അങ്ങയുടെ പരാക്രമം ഒരു അബലയോടാണോ? നാരിയെ വധിക്കുന്നത് ലങ്കേശ്വരനായ അവിടത്തേക്ക് ഭൂഷണമല്ല. മണ്ഡോദരിയുടെ വാക്കുകൾ രാവണനെ ലജ്ജിതനാക്കി. ആശാഭംഗത്തോടെ രാവണൻ തിരിഞ്ഞ് തൻ്റെ അന്തഃപുരത്തിൽ പോയി മറഞ്ഞു. സ്വാമി, രാവണൻ അന്തഃപുരത്തിൽ പോയി മറഞ്ഞതിനു ശേഷം ദേവിയുടെ സമീപം എത്തുന്നതിനൊരു സമയം പാർത്ത് അടിയൻ ആ വൃക്ഷശാഖയിലിരുന്നു. ദേവിക്ക് കാവലായുള്ള രാക്ഷസ സ്ത്രീകൾ നിദ്ര പ്രാപിച്ചപ്പോൾ അടിയൻ പതുക്കെ ആ വൃക്ഷശാഖയിലിരുന്ന് രാമരാമ എന്ന് ജപിച്ചു. രാമ 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 നാമം ജപിച്ചടിയൻ ശാഖയിലിരുന്നു. രാമ 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 നാമം ജപിച്ചടിയൻ ശാഖയിലിരുന്നു. നാമം കേട്ടു ദേവിയും തിരഞ്ഞു മാം മുന്നിലായകം ചെന്നു തൊഴുതു നിന്നു. രാമരാമ എന്ന നാമം ലങ്കയിൽ എവിടെ നിന്നാണ് മുഴങ്ങുന്നത്? സീതാദേവി ആ ശബ്ദത്തിൻ്റെ ഉറവിടം തിരഞ്ഞു. ആ സമയത്ത് അടിയൻ ദേവിയുടെ മുന്നിൽ പോയി തൊഴുതു നിന്നു. ഇതും രാവണന്റെ ഒരു മായയാണോ എന്ന സംശയം സീതയ്ക്കുണ്ടായി. അടിയനെ നോക്കുന്ന ദേവിയുടെ കൺകളിൽ ആ സംശയത്തിൻ്റെ നിഴൽ കണ്ട് അടിയൻ സ്വാമിയുടെ ആ മുദ്രമോതിരം കൊടുത്തു. അടയാളവാക്യങ്ങളും പറഞ്ഞു. കൊട്ടുത്താൻ അങ്കുലീയം, കൊട്ടുത്താൻ അങ്കുലീയം, കയ്യിലെടുത്താൻ ദേവിയും കൺകളിലണച്ചാൻ. കൊട്ടുത്താൻ അങ്കുലീയം, കയ്യിലെടുത്താൻ ദേവിയും കൺകളിലണച്ചാൻ. നെടുവീർപ്പിനാൽ മേനി ഉലഞ്ഞാൻ മോഹം കലർന്നാൻ. അടിയൻ നൽകിയ ആ മുദ്രമോതിരത്തിലേക്ക് നിർനിമേഷയായി നോക്കിയിരുന്നു ജാനകി. അതിനുശേഷം അത് തൻ്റെ കൺകളിൽ അണച്ചു. തൻ്റെ നെഞ്ചോട് ചേർത്ത് നിശ്ചലമായ ഒരു ചിത്രം പോലെ ദേവി കുറേ സമയം ഇരുന്നു. പിന്നീട് പതുക്കെ കണ്ണുകൾ തുറന്നു. സന്തോഷ സന്താപ സമ്മിശ്രമായ വികാരങ്ങളാൽ ആ മേനി ഉലഞ്ഞു, നെടുവീർപ്പുകൾ ഉയർന്നു. അടിയന്റെ മുഖത്തേക്ക് സ്നേഹമസൃണമായി ദേവി നോക്കി. ആ മിഴികളിൽ നിന്നും കണ്ണുനീര് ഒഴുകുന്നുണ്ടായിരുന്നു. മിഴിനീരാലതു നനഞ്ഞാൻ, ആ അങ്കുലീയം മിഴിനീരാലതു നനഞ്ഞാൻ. ഗദ്ഗതം മൊഴികളെ തടഞ്ഞാൻ. രാമചന്ദ്രനെ കൺകൾ തിരഞ്ഞാൻ. നാഥം കാണാതെ വദനം കുനിഞ്ഞാൻ. ദേവിയുടെ കണ്ണുനീരുകൊണ്ട് ആ മുദ്രമോതിരം നനഞ്ഞു. തൻ്റെ മെഴിനീരാൽ ദേവി ആ മുദ്രമോതിരത്തിനെ അഭിഷേകം ചെയ്ത പോലെയായിരുന്നു അത്. ഗദ്ഗതം ആ വാക്കുകളെ തടഞ്ഞു. ദേവിക്കൊന്നും പറയാൻ സാധിച്ചില്ല.
തൻ്റെ രാമൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകും തന്നെ കളിപ്പിക്കാനായി എന്ന് വിചാരിച്ച ദേവി ചുറ്റും തിരഞ്ഞു. സ്വാമി അവിടുത്തെ കാണാതെ ദേവിയുടെ വദനം ദുഃഖത്താൽ കുനിഞ്ഞു. സീത അല്പസമയം ഒന്നും മിണ്ടാതെയിരുന്നു. അതിനുശേഷം പറഞ്ഞു, ഹനുമാൻ, ശ്രീരാമദൂതനായി ഇവിടെ വന്ന നീ ഇന്നെനിക്ക് തന്നത് 2ാം ജന്മമാണ്. സന്താപക്കടലിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഇനി സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. രാമചന്ദ്രൻ ഇവിടെ വന്ന് രാവണനെ വധിച്ച് എന്നെ കൊണ്ടുപോകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ജന്മം നൽകുന്നത് പിതാവാണല്ലോ. ഇന്ന് 2ാമതൊരു ജന്മം എനിക്ക് നൽകി നീ എൻ്റെ പിതൃസമനായിരിക്കുകയാണ്. ഈ സീത ജീവിതത്തിൽ ഒരിക്കലും നിന്നെ മറക്കില്ല. നീ ചിരഞ്ജീവിയായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദേവി ഹനുമാനെ അനുഗ്രഹിച്ചു. സീത ഹനുമാനെ അനുഗ്രഹിച്ച ശേഷം പറഞ്ഞു, ഹനുമാൻ, രാമസവിധത്തിൽ ചെന്ന് എൻ്റെ ഈ അവസ്ഥ നീ അറിയിക്കൂ. എത്രയും വേഗം ലങ്കയിൽ വന്ന് രാവണനെ വധിച്ച് എന്നെ കൊണ്ടുപോകാൻ സ്വാമിയോട് പറയൂ. രാമനോട് പറയാനുള്ള അടയാള വാക്യങ്ങൾ സീത പറഞ്ഞു. തൻ്റെ ചൂടാമണി മുദ്രമോദനത്തിന് പകരമായി ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഹനുമാനോ അടയാളവാക്യം ഗ്രഹിച്ചു മോഹന ചൂടാമണി സ്വീകരിച്ചു. അടയാളവാക്യം ഗ്രഹിച്ചു മോഹന ചൂടാമണി സ്വീകരിച്ചു. സീതാദേവിയോടു വിട ചോദിച്ചു. ദൂതനായി രാവണനെ കാണാനുറച്ചു. ദേവിയോടു വിട ചോദിച്ചു. ദൂതനായി രാവണനെ കാണാനുറച്ചു. സ്വാമിയോട് പറയാനുള്ള അടയാള വാക്യങ്ങളും ഗ്രഹിച്ച് ദേവിയുടെ മോഹനമായ ചൂടാമണിയും സ്വീകരിച്ച അടിയൻ ലങ്കയിൽ നിന്നും പോകുന്നതിന് മുമ്പ് രാമന്റെ ദൂതനായി ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് രാവണനെ ഒന്ന് അറിയിക്കണമെന്ന് നിശ്ചയിച്ചു. എന്തു ചെയ്യണമെന്ന് അടിയൻ അല്പസമയം ആലോചിച്ചു. രാവണന്റെ ഈ അശോകവനത്തെ ഛിന്ന ഭിന്നമാക്കാൻ അടിയൻ നിശ്ചയിച്ചു. രാവണന്റെ അശോകവനം എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ നന്ദനോദ്യാനത്തെക്കാളും കുബേരന്റെ ഉദ്യാനമായ ചൈത്രരഥത്തെക്കാളും മികച്ചതാണ്. ആ അശോകവനത്തെയാണ് ഹനുമാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. അശോകവനികയിലെങ്ങും നാശം വിതച്ചു. അക്ഷകുമാരനെ ഹനിച്ചു. അശോകവനികയിലെങ്ങും നാശം വിതച്ചു. അക്ഷകുമാരനെ ഹനിച്ചു. മേഘനാഥനെയ്ത ബ്രഹ്മാസ്ത്രത്തെ നമിച്ചു. ബന്ധിതനായി രാവണ രാജസദസിലകം ഗമിച്ചു. മേഘനാഥനെയ്ത ബ്രഹ്മാസ്ത്രത്തെ നമിച്ചു. ബന്ധിതനായി രാവണ രാജസദസിലകം ഗമിച്ചു. അശോകവനത്തെ അടിയൻ ഛിന്ന ഭിന്നമാക്കി. അത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് രാക്ഷസ പടയാളികളും രാവണന്റെ പുത്രനായ അക്ഷയകുമാരനും അടിയനോട് എതിർക്കാനായി വന്നു. അക്ഷകുമാരനെ അടിയൻ വധിച്ചു. നിരവധി രാക്ഷസ പടയാളികളെയും വധിച്ചു. ബാക്കിയുള്ളവർ പിന്തിരിഞ്ഞോടി രാവണന്റെ മുമ്പിൽ ചെന്ന് കാര്യമുണർത്തിച്ചു. പിന്നീട് വന്നത് രാവണന്റെ പുത്രൻ മേഘനാഥനായിരുന്നു. ഇന്ദ്രനെ ജയിച്ചവൻ, ഇന്ദ്രജിത്ത് എന്ന പേരുള്ളവൻ. അങ്ങനെ മേഘനാഥനെ ഇത് ബ്രഹ്മാസ്ത്രത്തെ നമിച്ച് ബന്ധിതനായി അടിയൻ രാവണന്റെ സദസ്സിലെത്തി. അവിടെ രാവണനുമായി ഒരു വാഗ്വാദം തന്നെ നടന്നു. അവസാനം രാമപാദത്തിൽ സീതയെ സമർപ്പിക്കുവാനകം കഥിച്ചു. രാമപാദത്തിൽ സീതയെ സമർപ്പിക്കുവാനകം കഥിച്ചു. രാവണനിൽ രോഷം ജ്വലിച്ചു. മമ വാലിലഗ്നിയും എരിച്ചു. രാവണനിൽ രോഷം ജ്വലിച്ചു. മമ വാലിലഗ്നിയും എരിച്ചു.
അടിയന്റെ വാക്കുകൾക്ക് രാവണൻ അല്പം പോലും വില കൽപ്പിച്ചില്ല. രാമനെ നിന്ദിച്ചു പറഞ്ഞുകൊണ്ട് കുരങ്ങന്മാർക്ക് അവരുടെ വാലാണ് ഏറ്റവും പ്രധാനമെന്ന് പരിഹസിച്ചു പറഞ്ഞ് അടിയന്റെ വാലിൽ അഗ്നി എരിക്കുവാനായി രാവണൻ പടയാളികൾക്ക് കൽപ്പന കൊടുത്തു. രാവണന്റെ പടയാളികൾ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി പന്തം പോലെയാക്കി അഗ്നി ജ്വലിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹനുമാന്റെ വാല് അതനുസരിച്ച് നീണ്ടു വന്നു. അവസാനം എങ്ങനെയൊക്കെയോ ധാരാളം തുണികൾ അവരെ കണ്ടെത്തി ഒരു വിധത്തിൽ ആ വാലിൽ ചുറ്റി എണ്ണ പകർന്ന് അഗ്നിയെ ജ്വലിപ്പിക്കുകയാണ് ഉണ്ടായത്. ഹനുമാൻ തുടർന്ന് രാമനോട് പറഞ്ഞു, അടിയന്റെ വാലിൽ അഗ്നി എരിക്കുന്നതിനായി അടിയൻ കാത്തുനിന്നു. അഗ്നി എരിച്ച സമയത്ത് അടിയൻ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും സ്വയം മുക്തനായി ലങ്കയിലെ കൊട്ടാരങ്ങളും പ്രഭുമന്ദിരങ്ങളും എല്ലാം അടിയൻ ഈ വാലിലെ അഗ്നി കൊണ്ട് കത്തിച്ച് എരിച്ചു കളഞ്ഞു. രക്ഷോജാലം മുട്ടിച്ചു ലങ്കാനഗരം ചുട്ടരിച്ചു. രക്ഷോജാലം മുട്ടിച്ചു ലങ്കാനഗരം ചുട്ടരിച്ചു. ശങ്കാഹീനം തവ പദാന്തികേ അണഞ്ഞു രാമദാസനകം. ശങ്കാഹീനം തവ പദാന്തികേ അണഞ്ഞു രാമ ദാസനകമണഞ്ഞു. രാമ ദാസനകമണഞ്ഞു രാമ. ദാസനകം. ലങ്കയെ ചുട്ടരിച്ച് നിരവധി രാക്ഷസന്മാരെയും വധിച്ച് കടലിന് നടുവിലുള്ള ലങ്കയെ ഒരു തീക്കടൽ പോലെയാക്കി അതിനുശേഷം അടിയന്റെ വാല സമുദ്രത്തിൽ മുക്കി തീയണച്ച് അവിടെ നിന്നും പറന്ന്, സ്വാമി അവിടുത്തെ ദാസൻ ഇതാ ഈ സവിധത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ ഹനുമാൻ സാഷ്ടാംഗം നമസ്കരിച്ചു. ശ്രീരാമൻ തൻ്റെ തൃക്കരത്താൽ ഹനുമാനെ എടുത്തുയർത്തി മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. ആ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ചിരഞ്ജീവി ഭവ. സീത എവിടെയാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. ഇനി ലങ്കയിലേക്ക് കടക്കാനുള്ള മാർഗം ആലോചിക്കണം. അതിനായി വാനരവീരന്മാരിലെ പ്രധാനികളും രാമനും ലക്ഷ്മണനും സുഗ്രീവന്റെ ആലോചനാ മണ്ഡപത്തിലേക്ക് നടന്നു. കണ്ടേൻ സീതയെ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. 2018 കണ്ടേൻ സീതയെ എന്ന കൃതി എഴുതാൻ ആരംഭിച്ചത്. അന്ന് അതിൻ്റെ പല്ലവി മാത്രമാണ് ഭഗവാൻ തന്നത്. പിന്നീട് 2020 നവംബർ 8 ഈ കൃതി പൂർണ്ണമാക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു കൃതി ഞാനൊരു ഹരികഥാ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ അവതരിപ്പിച്ച ശീലമൊന്നുമില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സമസ്ത ലോക സുഖിനോ ഭവന്തു. എല്ലാ ലോകങ്ങളിലെയും സകല ചരാചരങ്ങൾക്കും സൗഖ്യവും സന്തോഷവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരെയും എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്നേഹം നിറഞ്ഞ സായിറാം. ശ്രീരാമ മംഗളത്തോടുകൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അതും ഭഗവാൻ ഇപ്പോൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ എഴുതിച്ചതാണ്. ദശരഥ കുമാര ദീനമന്ദാര രാമചന്ദ്ര ജയമംഗളം. ദശരഥ കുമാര ദീനമന്ദാര രാമചന്ദ്ര ജയമംഗളം. ധനുജ സംഹാര മദന സുകുമാര രാമചന്ദ്ര ജയമംഗളം. അർക്കകുലജാത ആർത്തജനപാല രാമചന്ദ്ര ജയമംഗളം. ജലജ ഭവവന്ദ്യ ജനഗജാകാന്ത രാമചന്ദ്ര ജയ മംഗളം. മാരുതി സുകൃത
മാരകോട്ടിജിത രാമചന്ദ്ര ജയ മംഗളം വാനരേശനുത രാവണാദിഹര രാമചന്ദ്ര ജയ മംഗളം വാസുദേവ ഹൃദയാധിവാസ ശ്രീരാമചന്ദ്ര ജയ മംഗളം സാകേത നിലയ സാർവഭൗമ രഘുരാമചന്ദ്ര ജയ മംഗളം രഘുരാമചന്ദ്ര ജയ മംഗളം ശ്രീരാമചന്ദ്ര ജയ മംഗളം മംഗളം